കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം USS എക്സാമിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാമോ എന്താണ് USS? 7ാം ക്ലാസ്സിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് കേരള സർക്കാർ നൽകുന്ന ഒരു സ്കോളർഷിപ്പ് പരീക്ഷയാണിത്. എന്തൊക്കെയാണ് നിങ്ങൾ വിജയിക്കാൻ ചെയ്യേണ്ടത്? ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി എല്ലാം വ്യക്തമായി പറയുന്നുണ്ട്. നിങ്ങൾ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണാൻ ശ്രദ്ധിക്കണം. എന്നാൽ ശരി, നമുക്ക് പ്രധാന ഭാഗത്തിലേക്ക് കടക്കാം. USS എക്സാമിന്റെ പ്രധാന ഭാഗം എന്നത് എക്സാമിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് തന്നെയാണ്. അതിനുവേണ്ടിയുള്ള കുറച്ച് ടിപ്സ് ഞാൻ തരാം. പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ: 1. സിലബസ് മനസ്സിലാക്കുക. 6ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും പാഠഭാഗങ്ങൾ പ്രധാനമാണ്. ഗണിതം, അതായത് മാത്സ്; അടിസ്ഥാന ശാസ്ത്രം, അതായത് ബേസിക് സയൻസ്; സാമൂഹ്യശാസ്ത്രം, അതായത് സോഷ്യൽ സയൻസ്; മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷാപഠനം; പൊതുവിജ്ഞാനം, അതായത് ജനറൽ നോളജ് എന്നിവയാണ് പ്രധാന വിഷയങ്ങൾ. ഓരോ വിഷയത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട പ്രധാന അധ്യായങ്ങൾ തിരിച്ചറിയുക. 2. പാഠപുസ്തകമാണ് ആധാരം, അതായത് ടെക്സ്റ്റ് ബുക്ക് ഈസ് ദ കീ. അടിസ്ഥാന പാഠപുസ്തകങ്ങൾ നന്നായി വായിച്ച് പ്രധാന പോയിന്റുകൾ നോട്ട് ചെയ്യുക. ചോദ്യങ്ങൾ മിക്കവാറും പാഠപുസ്തകത്തിൽ നിന്നായിരിക്കും വരിക. 3. പഠനരീതികൾ, അതായത് സ്റ്റഡി മെത്തഡ്സ്. ഷെഡ്യൂൾ: ഒരു ദിവസേനയുള്ളതോ ആഴ്ചയിലുള്ളതോ ആയ പഠന ടൈം ടേബിൾ ഉണ്ടാക്കുക. നോട്ടുണ്ടാക്കൽ: പ്രധാനപ്പെട്ട വിവരങ്ങൾ, സൂത്രവാക്യങ്ങൾ, തീയതികൾ, ശാസ്ത്രീയ പേരുകൾ എന്നിവയുടെ ചെറിയ നോട്ടുകൾ തയ്യാറാക്കുക. വിശകലനം: ചോദ്യങ്ങൾ വരുന്ന രീതി മനസ്സിലാക്കുക. ഉദാഹരണത്തിന് പ്രസ്താവനകൾ, ചേരുംപടി ചേർക്കൽ, ഒറ്റവാക്കിൽ ഉത്തരം എന്നിങ്ങനെ. 4. പരിശീലനം: പ്രാക്ടീസ് ഈസ് എസെൻഷ്യൽ. മുൻവർഷ ചോദ്യപേപ്പറുകൾ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. USSന്റെ കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ കൃത്യമായി പരിശീലിച്ച് സമയബന്ധിതമായി പരീക്ഷ എഴുതുക. മോഡൽ പരീക്ഷകൾ, അതായത് മോക്ക് ടെസ്റ്റ്. സ്വന്തമായി മോഡൽ പരീക്ഷകൾ നടത്തി നിങ്ങളുടെ നിലവാരം വിലയിരുത്തുക. മാനസികശേഷി അല്ലെങ്കിൽ സ്കോളർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതായത് സാറ്റ്. ഈ ഭാഗത്തിനായി പ്രത്യേക പരിശീലനം ആവശ്യമാണ്. യുക്തിചിന്താപരമായ ചോദ്യങ്ങൾ കൂടുതൽ ചെയ്യുക. 5. പൊതുവിജ്ഞാനവും സമയബന്ധിതമായിട്ടുള്ള കാര്യങ്ങളും, അതായത് ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫയേഴ്സ്. വാർത്താപത്രങ്ങളും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും വായിക്കുക. കേരളത്തിലെ പ്രധാന വിവരങ്ങൾ, ദേശീയ അന്തർദേശീയ ദിനങ്ങൾ, പ്രമുഖ വ്യക്തികൾ, പുരസ്കാരങ്ങൾ എന്നിവ ശ്രദ്ധിക്കുക. പരിസ്ഥിതി, ശാസ്ത്രം, സാഹിത്യം എന്നിവയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. 6. ആരോഗ്യകരമായ കാര്യങ്ങൾ, അതായത് ഹെൽത്തി ഹാബിറ്റ്സ്. കൃത്യമായ ഉറക്കം, നല്ല ഭക്ഷണം എന്നിവ ഉറപ്പാക്കുക. പരീക്ഷാ സമയത്ത് സമ്മർദ്ദം കുറയ്ക്കാൻ ചെറിയ വ്യായാമങ്ങളോ ഇഷ്ടമുള്ള വിനോദങ്ങളോ ചെയ്യുക. കൂട്ടുകാരെ, നമ്മൾ ചർച്ച ചെയ്ത പോലെ കാര്യങ്ങൾ മനസ്സിലാക്കുമല്ലോ? എക്സാമിനു വേണ്ടി തയ്യാറെടുപ്പ് നടത്തുമല്ലോ? നിങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും തീർച്ചയായും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്തു വെക്കുക. തീർച്ചയായും നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന വിശ്വാസത്തോടെ ഓൾ ദി ബെസ്റ്റ്.